നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ കൊന്ന് വലിച്ചെറിഞ്ഞത് പീഡനത്തിനിരയായ യുവതി. പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാൾ. വിവരം മാതാപിതാക്കൾ അറിഞ്ഞില്ലെന്നും മൊഴി. കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞത് പാഴ്സൽ കവറിലാക്കി. ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്ന ദൃശ്യം CCTVയിൽ. കേരള തീരത്ത് റെഡ് അലർട്ട്. ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് സമുദ്ര ഗവേഷണ കേന്ദ്രം. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിൽ രാഹുലിന്റെ റോഡ് ഷോ. ജയിച്ചാൽ ഏത് സീറ്റ് നിലനിർത്തുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് KC വേണുഗോപാൽ. അമേഠിയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടിയെന്ന് മോദി. മേയറുമായുള്ള തർക്കത്തിൽ കണ്ടക്ടറുടെ മൊഴിയെടുത്ത് പോലീസ്. ഒന്നും കണ്ടിട്ടില്ലെന്ന് കണ്ടക്ടർ. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തതായി അറിയില്ലെന്നും മൊഴി. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു കോടതിയിൽ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പുതിയ തെളിവുകളുമായി മാത്യു കുഴൽനാടൻ. 4 രേഖകൾ കൂടി വിജിലൻസ് കോടതിയിൽ നൽകി. കരിമണൽ ഖനനത്തിന് അനുമതി നൽകാൻ ഇടപെട്ടതിന്റെ രേഖകൾ കോടതി പരിശോധിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ മാറ്റമില്ല. സ്റ്റേ വേണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ബഹിഷ്കരണം തുടർന്ന് ഉടമകൾ. ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ സ്ത്രീ പീഡന ആരോപണത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി തൃണമൂൽ കോൺഗ്രസ്. പോലീസിനും ആരോപണം ഉന്നയിച്ച മന്ത്രിക്കും രാജ്ഭവനിൽ കയറുന്നതിന് വിലക്ക്. സത്യം ജയിക്കുമെന്ന് CV ആനന്ദബോസ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇന്നീ പകൽ നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ച വാർത്തയായിരുന്നു കൊച്ചിയിൽ നിന്ന് വന്നത്. പിഞ്ചു കുഞ്ഞിനെ അമ്മ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ ആ ഒരു വാർത്ത. കൊച്ചിയിൽ കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് പീഡന വിവരം അറിയില്ലായിരുന്നു. തന്നെ പീഡനത്തിനിരയാക്കിയത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാൾ. പ്രതി ഡാൻസറായ യുവാവെന്ന് വെളിപ്പെടുത്തൽ. പ്രതി നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പെൺകുട്ടിയുടെ മൊഴി. യുവാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. വിവരങ്ങളുമായി നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നവമി, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം ഏറെ അസ്വസ്ഥപ്പെടുത്തിയ, വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. എന്തായാലും ഈ യുവതി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ കുഞ്ഞിന്റെ അമ്മ പറയുന്നത്? തീർച്ചയായും ആര്യ, നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ, അല്ലെങ്കിൽ ആ വേദന ഉള്ളിൽ നിൽക്കുന്നു. അതോടൊപ്പം ആ മാതാപിതാക്കൾ ഇപ്പോഴും ആ ഫ്ലാറ്റിലാണ്. അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നതൊക്കെ നമുക്ക് ഊഹിക്കുന്നതിലൊക്കെ അപ്പുറത്തായിരിക്കും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ കുട്ടി വീട്ടിൽ അയഞ്ഞ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. അതിൻ്റെ അമ്മ പലപ്പോഴും അതിനോട് പറയുന്നുണ്ടായിരുന്നു, ഈ തടി വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ജിമ്മിൽ പോകണം, തടി കുറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും തന്നെ പാരൻസിനോട്, മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ അവളുടെ സൗഹൃദങ്ങളെ പറ്റി അന്വേഷിക്കുകയോ അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനോ അടുപ്പമൊന്നും ഇവർ 3 പേരും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ മരിച്ച നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ അവസാനിക്കും. അതിനുശേഷമായിരിക്കും എന്താണ് യഥാർത്ഥ മരണകാരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസ് പറയുന്നത് ഈ ഒരു വേദനയിൽ കുഞ്ഞ് ജനിക്കുന്നു, അതിനുശേഷം
അതിനെ മറ്റാരും അറിയുന്നില്ല, പുറത്ത് അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അവരറിയാതെ തന്നെ ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണോ, അതോ ആ ഒരു മാനസികമായിട്ടുള്ള ആ വേദനയിലൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് വരുന്നു, അതിൻ്റെ പൊക്കിൾക്കൊടി പോലും ഈ കുട്ടി കൈകൊണ്ടാണ് മുറിച്ചു മാറ്റുന്നത്. അതിനുശേഷം അത് കരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിലേക്ക് അമർത്തി പിടിക്കുന്നു. ആ സമയത്ത് കുട്ടി മരിച്ചതാകാം എന്നുള്ളൊരു നിഗമനം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഷോളിൽ, ഈ കഴുത്തിൽ ഷോള് കുരുക്കിയതിന് ശേഷം അങ്ങനെ കൊലപ്പെടുത്തിയതാകാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് എറിയുന്ന സമയത്ത് ആ വീഴ്ചയിൽ കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കിലായിരിക്കും മരിച്ചിട്ടുണ്ടാവുക എന്നീ 3 സാഹചര്യമാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, മനസാക്ഷിയെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ കൊച്ചി പനമ്പള്ളി നഗറിലെ ഈ ഫ്ലാറ്റിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി പറയുന്നത് തന്നെ ഒരു യുവാവ്, അതും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്ത് പീഡിപ്പിച്ചു, തന്നെ നിർബന്ധപൂർവ്വം പീഡിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കി എന്നുള്ളൊരു മൊഴിയാണ് പ്രാഥമികമായി പോലീസിന് നൽകിയത്. പക്ഷേ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റൊരു കാര്യം, ഈ പെൺകുട്ടിയും ഈ യുവാവും തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നോ, അതോ ഇവരുടെ ഒരു ബന്ധം ഈ കുട്ടിയുടെ സമ്മതപ്രകാരമായിരുന്നോ ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക്, ഒരു റിലേഷനിലേക്ക് പോയതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂരിലുള്ള ഒരു യുവാവാണ് ഈ പെൺകുട്ടി കാരണം ഇത്ര വലിയൊരു ദുരന്തത്തിലേക്കൊക്കെ നയിച്ചത്. തൃശ്ശൂരിലുള്ളൊരു യുവാവാണ്. അയാളൊരു ഡാൻസറാണ്. ഒരു ഇൻസ്റ്റഗ്രാം വഴി ആ കുട്ടി പരിചയപ്പെട്ടു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്, ജനറൽ ആശുപത്രിയിലാണ്. അതിന്റെ ഒരു കാര്യം, അതായത് ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഈ പെൺകുട്ടി തന്നെ പറയുന്നു. പീഡിപ്പിച്ചയാൾ ഒരു ഡാൻസറാണ്, ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് എന്ന് പോലീസിന് മൊഴി നൽകുന്നു. എന്തുകൊണ്ടാണ് ഇത് മുഖവിലേക്ക് എടുക്കാത്തത് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ? ഇവർ ഒരു പ്രണയബന്ധത്തിലോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള നിഗമനമാണോ പോലീസിനുള്ളത്? പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസിന് ഈ ഒരു വിഷയത്തിൽ ഒരു അവ്യക്തത ഉള്ളത് ഏത് കാര്യത്തിലാണ്? പക്ഷേ ഈ പെൺകുട്ടിയുടെ ആ ഒരു വിഭ്രാന്തിയിൽ, അതായത് ഈ പോലീസ് പറയുന്നത് തങ്ങൾ ആ കുട്ടിയെ സമീപിക്കുമ്പോൾ അവൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതോടൊപ്പം അത് മാനസികമായി വലിയൊരു പ്രയാസത്തിലായിരുന്നു, വിഭ്രാന്തിയിലായിരുന്നു. ഈ സമയത്ത് കുട്ടിയിൽ നിന്നും ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. താൻ പീഡനത്തിനിരയായി എന്നാണ് കുട്ടി ആദ്യം പോലീസിനോട് പറയുന്നത്. പക്ഷേ ഇത് പോലീസ് മുഖവിലേക്ക് എടുക്കാത്തത്, അതിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഇവർ തമ്മിലുള്ളൊരു പ്രണയബന്ധത്തിലായിരുന്നു എന്ന തരത്തിലുള്ളൊരു വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇത് ഒരു പീഡനം തന്നെയാണോ, അത് നിർബന്ധിച്ചുള്ളൊരു പീഡനം തന്നെയാണോ എന്ന് പോലീസിന് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയാത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ കുട്ടി. ഇതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യും. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം അപ്പോഴും ഇതേ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഇതൊരു പീഡനം തന്നെയാണെന്ന് കുട്ടി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും യുവാവിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീളുകയുള്ളൂ. പക്ഷേ പോലീസ് ഇപ്പോൾ യുവാവിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. യുവാവ് ആരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വിടാൻ തയ്യാറായിട്ടില്ല. പോലീസ് പറയുന്നത് അത് കുട്ടിയുടെ കുറച്ചുകൂടി വിശദമായിട്ടുള്ളൊരു മൊഴി രേഖപ്പെടുത്തണം. അതിനു മുൻപ് ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിച്ച് ഈ കുട്ടിയുടെ ആരോഗ്യനിലയെ പറ്റി ഉള്ളൊരു റിപ്പോർട്ട് ലഭിക്കണം. പോലീസ് ഇപ്പോൾ പ്രാഥമികമായി, അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ ഒരു പ്രാധാന്യം നൽകുന്നത് ആ കുട്ടിയുടെ ആരോഗ്യത്തിനാണ്. അതൊരു ഡെലിവറി കഴിഞ്ഞ, പ്രസവം കഴിഞ്ഞ കുട്ടിയാണ്. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിൻ്റെ പരിഗണനയിലാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ പരിഗണന. ആ കുട്ടിയുടെ മാനസികാവസ്ഥയാണ്. അതിനുശേഷം മാത്രം, അതിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷം മാത്രം വിശദമായി ചോദ്യം ചെയ്യും. പിന്നീട് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ആ യുവാവിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് നടക്കുക. പക്ഷേ പോലീസ് ആ യുവാവ് ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിരീക്ഷണത്തിലും തന്നെയാണ് ആ യുവാവ്. ആര്യ.
ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നാടിനെ നടുക്കിയ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, രാവിലെ 5 മണിയോടെയാണ് പെൺകുട്ടി ഫ്ളാറ്റിലെ ശുചിമുറിയിൽ പ്രസവിച്ചത്. തുടർന്ന് 8 മണിയോടെ മൃതദേഹം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് എറിയുകയായിരുന്നു. കവറിൽ കുഞ്ഞിനെ റോഡിലേക്ക് എറിയുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇതിൽ നിർണായകമായത്. നമ്മൾ ഉള്ളത് ആ ഫ്ളാറ്റിന് തൊട്ട് കീഴെയാണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് മുകളിലെ ഈ ഭാഗത്തു നിന്നാണ് ഇവിടേക്ക് കീഴേക്ക് ആ കിറ്റ് എറിയുന്നത്. തൊട്ടു താഴെ ഇവിടെ നിലം പതിക്കുന്നു. ഇപ്പോഴും ആ ബ്ലഡ് സെയിൻസ് എല്ലാം തന്നെ ഇവിടേക്ക് കിടക്കുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം, എറിഞ്ഞത് ആരായാലും അത് അവരുടെ ലക്ഷ്യം ഈ തൊട്ട് കാണുന്ന ഈ കാട് പിടിച്ച് ഏതാണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഈ പറമ്പാണ്, ഇവിടേക്കാണ് ലക്ഷ്യം വെച്ചതെന്നാണ് അവർ പറയുന്നത്. ഇവിടേക്ക് എറിയുന്നു. അതിനുശേഷം പക്ഷെ അതില്ലാതെ ഇവിടെ തന്നെ റോഡിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 7:30 രാവിലെ 7:30 ഈ സംഭവം നടക്കുന്നത്. അവരുടെ ലക്ഷ്യം ഈ കാണുന്ന ഒരു ചപ്പുപുനയിലേക്ക് വലിച്ചെറിയാൻ കഴിയും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കുഞ്ഞിനെ ഇവിടേക്ക് എറിയുകയും ചെയ്തത്. പക്ഷെ അതുണ്ടായില്ല. റോഡിൽ തന്നെ, നടു റോഡിൽ തന്നെ ഇവിടെ കിടക്കുന്നു. ഇവിടെ ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾ, നിരവധി വാഹനങ്ങളും എല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് അവർ എറിഞ്ഞ ആ കിറ്റ്, അത് കുഞ്ഞിന്റെ ശരീരം ഇവിടെ അവശേഷിച്ചു. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഈ സീനിലേക്ക് വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസും ഈ ക്രൈം സീനിലേക്ക് എത്തുന്നു. പോലീസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോകുന്നു. പോലീസ് ആദ്യം ചെയ്തത് ഈ ഫ്ളാറ്റ് മുഴുവനായിട്ട് തന്നെ സീൽ ചെയ്യുക എന്നതാണ്. ആരും തന്നെ പുറത്തേക്ക് പോകാൻ കഴിയില്ല, സാധ്യമല്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഒരാൾ മാത്രം, ബാങ്ക് മാനേജർ, അദ്ദേഹത്തിന്റെ ജോലിയുടെ ഉത്തരവാദിത്വം, ഗൗരവ സ്വഭാവം പരിഗണിച്ച് അദ്ദേഹത്തെ മാത്രം പരിശോധനകൾക്ക് ചോദ്യങ്ങൾ വിശദമായി ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഫ്ളാറ്റിൽ ഓരോ മുറിയും പരിശോധിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോയത്. തുടർന്നാണ് 5C എന്ന പേരിലുള്ള ഫ്ളാറ്റുണ്ട്. 5C അടഞ്ഞു കിടക്കുകയാണ്. 5C1 പോലീസ് സംഘം എത്തുന്നത്. ഇവിടെ ബാത്റൂമിന്റെ ടൈലിൽ നിന്നും എല്ലാം ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തുകയും തുടർന്ന് പോലീസ് അത് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യലൊടുവിലാണ് ഇവരിത് സമ്മതിക്കുന്നത്. പെൺകുട്ടി തന്നെ ഇത് സമ്മതിക്കുന്നത്. അപ്പോഴും അവരുടെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്. പോലീസ് ഭാഷ്യവും അത് തന്നെയാണ്, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവത്തിന് പോലീസ് ഉത്തരം കണ്ടെത്തുന്നു. എന്തായാലും ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതായാലും പോലീസ് ആ രീതിയിലുള്ള ഒരു വിശദമായ രീതിയിൽ കുട്ടിയുടെ മൊഴിയെടുത്തത് അടക്കമുള്ള രീതിയിലേക്ക് പരിശോധനകൾ തുടരുകയാണ്. എന്താണ് ഇനി ഇത് സംബന്ധിയായി കൂടുതൽ പോലീസിന് പറയുവാനുള്ളത് എന്നത് വരും മണിക്കൂറിൽ വ്യക്തമാകും. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കനത്ത ജാഗ്രത. നാളെ പുലർച്ചെ 2:30 മുതൽ രാത്രി 11:30 വരെയാണ് ജാഗ്രത. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, വീണ്ടും ഈ കള്ളക്കടൽ പ്രതിഭാസം അത് ആശങ്ക ഉയർത്തുകയാണ്. എന്താണ് മുന്നറിയിപ്പ്? തീർച്ചയായും കള്ളക്കടൽ പ്രതിഭാസം അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ, അത് വളരെ തൊട്ടു മുൻപ് സംഭവിച്ച സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പല സ്ഥലങ്ങളിലായി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ മുന്നറിയിപ്പുള്ളത് കൊണ്ട് അവർക്ക് വള്ളവും വലവും മറ്റും പലയിടങ്ങളിലായി മാറ്റിവെക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. വീണ്ടും ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ സാഹചര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ദുരന്ത നിവാരണ സേനയും റവന്യൂ വകുപ്പും പോലീസും ഒക്കെയും കാണുന്നത്. നാളെ പുലർച്ചെ മുതലായിരിക്കും ഒരുപക്ഷെ കള്ളക്കടൽ പ്രതിഭാസം എന്ന ഒരു സൂചനയും വിവരവുമാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് വലിയ തുറയിലാണ്. മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള വള്ളങ്ങളുണ്ട്. ഇപ്പോൾ ഈ കരയിലേക്ക് കയറ്റിവെച്ച വള്ളങ്ങളുമുണ്ട്. കഴിഞ്ഞ തവണ ആലപ്പുഴയും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ഇങ്ങനെ കടൽ ഉൾവലിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആലപ്പുഴയിലാണ് അത് വലിയ തോതിൽ കഴിഞ്ഞ തവണ അനുഭവപ്പെട്ടത്. തിരുവനന്തപുരത്തുമൊക്കെയും നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. വേനൽക്കാലത്ത് ഇങ്ങനെ കടൽ ഉൾവലിയുകയും പിന്നീട് അതിശക്തമായി തിരിച്ചു കയറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അത് മഴക്കാലത്തുണ്ടാകുന്ന കടൽക്ഷോഭം പോലെയല്ല, കടലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, വ്യതിയാനങ്ങളാണ് ഇത്തരമൊരു കടൽ ഉൾവലിയുന്നതിനും പിന്നീട് വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നതിനും കാരണമാകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം. ഇത് ഈ മാസങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. നാളെ വീണ്ടും ഈ ഒരു കള്ളക്കടൽ വരുമെന്ന മുന്നറിയിപ്പുണ്ട്. വള്ളങ്ങളെല്ലാം കരയ്ക്ക് കയറുമോ? കരയ്ക്ക് കയറും. വരുന്നതിന് മുമ്പ് നമ്മൾ റിപ്പോർട്ട് നമുക്ക് ഇവിടെ കരയുമ്പോൾ ആളുകൾ കിടക്കും. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ വലിച്ച് മുകളിൽ കയറ്റി വയ്ക്കും വള്ളം.
നേരത്തെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ നമ്മുടെ ഉപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്, വലിയ ശക്തമായ തിരമാല വരുന്ന. അറിയാത്ത ടൈമാണ്, അപ്പോൾ അറിയത്തില്ലായിരുന്നു. അത് വന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നമുക്ക് നഷ്ടം ഉണ്ടാകുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മുന്നറിയിപ്പ് തരാത്ത സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ മഴക്കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രതിഭാസമുണ്ട്, അല്ലാതെ വേനൽക്കാലത്തും ഇങ്ങനെ കടൽ ശക്തമായി വരാറുണ്ട്. ഇപ്പോഴും വരാറുണ്ട്, ഇതിനു മുമ്പ് വരാറില്ല, ഇപ്പോഴും വരാറുള്ളൂ. അങ്ങനെ തീർച്ചയായിട്ടും ആ നിലയ്ക്ക് തന്നെയാണ്. അതായത് ഈ ആഗോളതാപനം പോലുള്ള പ്രതിഭാസങ്ങൾ അതെല്ലാം തന്നെ വലിയ മാറ്റം സമുദ്രത്തിലും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ പണ്ട് വേനൽക്കാലത്ത് ഇത്തരത്തിൽ വല്ലപ്പോഴും പ്രതിഭാസം അല്ലെങ്കിൽ ഇങ്ങനെ കടൽ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് വിപരീതമായി പലപ്പോഴും ആഴ്ചകൾ പിന്നിടുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കടൽക്ഷോഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആര്യ, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പം റോഡ് ഷോയായി എത്തിയാണ് രാഹുൽ പത്രിക നൽകിയത്. കോൺഗ്രസിന് പുറമെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരന്നു. അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KL ശർമ്മയും പത്രിക നൽകി. അനിശ്ചിതത്വത്തിന് ഒടുവിൽ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനമായ ഇന്ന് രാവിലെയാണ് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും അമേഠിയിൽ മത്സരിക്കാത്തത് തെരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസ് പരാജയം സമ്മതിച്ചതിന്റെ തെളിവെന്ന് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി പ്രതികരിച്ചു. इतना ही कह दूं कि अमेठी से गांधी परिवार का ना लड़ना इस बात का संकेत है कि कांग्रेस पार्टी चुनाव में एक वोट पड़ने से पहले ही अमेठी से अपना हार स्वीकार कर चुकी है, क्योंकि अगर उन्हें लगता कि यहाँ जीत की कोई भी गुंजाइश है तो वो यहाँ से लड़ते, अपने प्रॉक्सी को ना लड़ाते. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേഠിയിൽ നിന്ന് രാഹുൽ ഓടി ഒളിക്കരുത് എന്നായിരുന്നു മോദിയുടെ പരിഹാസം. വയനാട്ടിൽ രാഹുൽ തോൽക്കുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ്. വയനാട്ടിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ പുതിയ മണ്ഡലം തേടിയതായും മോദി പറഞ്ഞു. शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. और अब दूसरी सीट पर भी उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे, लेकिन अमेठी से भी इतने डर गए वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. ये लोग घूम कर सबको कहते हैं डरो मत. मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत. പാർട്ടി തീരുമാനപ്രകാരമാണ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അമേഠിയിൽ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പോകാതെ റായ്ബറേലിയിലേക്ക് മാറിയത് രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വം. മുസ്ലിം ലീഗിന് അധ്വാനിച്ചതിന് കൂലി കിട്ടിയെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. BJPക്ക് കേരളത്തിൽ 5 സീറ്റ് കിട്ടുമെന്നും K സുരേന്ദ്രൻ അവകാശപ്പെട്ടു. വയനാട്ടിലെ പോളിംഗ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5 കൊല്ലവും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. ഇപ്പോൾ 2ാം
പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വയനാട്ടുകാരെ സമ്പൂർണ്ണമായിട്ട് രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുക. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച UDF-കാരും കോൺഗ്രസുകാരും യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കും. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ ദൌത്യം എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. എത്രയോ വർഷം സ്വന്തം കയ്യിലിരുന്ന അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ട് ആ സീറ്റ് തിരിച്ചുപിടിക്കാൻ പോവാത്ത രാഹുൽ ഗാന്ധിയെ പോലൊരു ഭീരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാവില്ല. BJP-ക്ക് നല്ല സീറ്റ്, 5 സീറ്റിലധികം BJP-ക്ക്. അല്ല, അതിപ്പോ എണ്ണ വരെ എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മിനിമം 5 സീറ്റിൽ ഞങ്ങൾ ജയിക്കും. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാഹുൽ ഉത്തരേന്ത്യയിൽ മത്സരിക്കണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. ഇടതുപക്ഷം ഈ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും. ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. സംഘടനാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലായിട്ട് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്. അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ. പീഡന പരാതിക്ക് പിന്നാലെ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസും സർക്കാരും തമ്മിൽ പോരുമുറുകുന്നു. ധനമന്ത്രിക്കും പോലീസിനും രാജ്ഭവനിലേക്ക് വിലക്കേർപ്പെടുത്തി. അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ചാണ് മന്ത്രിക്ക് വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. രാജ്ഭവനിൽ നിന്ന് കേൾക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളെന്ന് തൃണമൂൽ പ്രതികരിച്ചു. അതൃപ്തരായ 2 രാജ്ഭവൻ ജീവനക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് പരാതിക്ക് പിന്നിലെന്നാണ് രാജ്ഭവന്റെ നിലപാട്. ലൈംഗികാരോപണത്തിൽ പ്രതികരിച്ച് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സത്യം ജയിക്കും. ബംഗാൾ മുഖ്യമന്ത്രിയുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ല. തൃണമൂലിലെ ഒരു നേതാവാണ് തനിക്കെതിരെ നീങ്ങുന്നതെന്നും കൊച്ചിയിലെത്തിയ ആനന്ദബോസ് പ്രതികരിച്ചു. എൻ്റെ സഹപ്രവർത്തക മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി യാതൊരു വഴക്കുകൂടലുമില്ല. വളരെ സൗഹൃദപരമായ ബന്ധമാണുള്ളത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഞാൻ ഇങ്ങോട്ട് വരും വഴി എന്നോട് പറഞ്ഞു, എന്നെ ഒന്ന് കാണണം, അവരുടെ പാർട്ടിയിൽ ആരാണ് എനിക്കെതിരായിട്ട് നീങ്ങുന്നത്, എന്തിനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം, അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കേട്ടില്ല. ആ പാർട്ടിയുമായിട്ട് എനിക്ക് യാതൊരു സ്വരച്ചേച്ചയില്ലായ്മയുമില്ല. ഞാൻ ഗവർണർ എന്ന നിലയിൽ എൻ്റെ ജോലി ചെയ്യുന്നു. അതിലാരും ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ അഴിമതിക്കെതിരായി, അക്രമത്തിനെതിരായി ശക്തമായ നിലപാടുകൾ എടുക്കുക തന്നെ ചെയ്യും. ആരെതിർത്താലും അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയാനും കഴിയും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പോലീസ് കണ്ടക്ടറുടെ മൊഴിയെടുത്തു. താൻ ഒന്നും കണ്ടിട്ടില്ലെന്ന് കണ്ടക്ടർ മൊഴി നൽകി. യദു ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന് തനിക്കറിയില്ല. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തോ എന്നും അറിയില്ല. താൻ പിൻസീറ്റിലായതിനാൽ കാര്യങ്ങൾ വ്യക്തമല്ലെന്ന് കണ്ടക്ടർ സുബിൻ പറഞ്ഞു. ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞതെന്നും കണ്ടക്ടർ മൊഴി നൽകി. കൂടുതൽ വിവരങ്ങൾ VV വിനോദ് നൽകും. വിനോദ്, താനൊന്നും കണ്ടിട്ടില്ല, അറിയില്ല എന്നുള്ള മൊഴിയാണ് കണ്ടക്ടർ നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? കണ്ടക്ടർ സുബിൻ കന്റോൺമെന്റ് പോലീസിനാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഒന്നും കണ്ടിട്ടില്ലെന്ന ഒരു മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ആ കാറിനെ ബസ് ഓവർടേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ലൈംഗിക ചേഷ്ട കാണിക്കുന്നതോ ഒന്നും തന്നെ താൻ കണ്ടിട്ടില്ല. പിൻ സീറ്റിലാണ് താൻ ഉണ്ടായിരുന്നത്. പിന്നീട് തർക്കമായപ്പോഴാണ് ഈ ബഹളം കേട്ടത് ശ്രദ്ധിച്ചതും മുന്നിലേക്ക് വന്നതും. അതിനു മുൻപ് നടന്ന സംഭവങ്ങളൊന്നും തന്നെ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മൊഴിയാണ് കണ്ടക്ടർ സുബിൻ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. അതേസമയം യദു കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ്. നാളെ രാവിലെ 11 മണിയോടുകൂടി മജിസ്ട്രേറ്റ് കോടതി 3 ഹർജി നൽകാനാണ്, സ്വകാര്യ അന്യായം നൽകാനാണ് യദു തീരുമാനിച്ചിട്ടുള്ളത്. കന്റോൺമെന്റ് പോലീസ് മൊഴിയെടുത്തെങ്കിലും FIR ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. മേയർക്കും അതോടൊപ്പം തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ വാഹനം
തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ആ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന നിലപാടിൽ യദു ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും പേരുകളല്ല, മറിച്ച് വാഹനം കുറുകെയിട്ട് ബസിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തി ഈ ഒരു കാര്യം പറഞ്ഞാണ് യദു സ്വകാര്യ അന്യായം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം യദുവിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരെയാണ് ചലച്ചിത്ര താരം ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ യദുവിൽ നിന്ന് ദുരനുഭവമുണ്ടായി എന്ന കാര്യം വിവരിച്ചുകൊണ്ട് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ അവരുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വീഡിയോ ഉൾപ്പെടെയാണ് അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഈ നിലയ്ക്ക് വലിയ തോതിൽ ഈ തർക്കം മാറുകയാണ്. നിയമ നടപടികൾ അതിന്റെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. യദു കോടതിയെ സമീപിക്കുന്നു. യദുവിനെതിരെയുള്ള നടപടി അത് ആവശ്യപ്പെട്ട് മേയറും ആ വാഹനത്തിലുണ്ടായിരുന്നവരും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആര്യ, ശരി, വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. KSRTC ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ആൻഡ്രോയ്. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് കാറിൽ പോകുന്നതിനിടെ ഉണ്ടായ അനുഭവമാണ് താരം ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. വാഹനത്തിന് കടന്നു പോകാൻ വഴിയില്ലാത്ത സ്ഥലത്ത് വെച്ച് തന്റെ വാഹനത്തിന് പുറകിലെത്തിയ യദു നിരന്തരമായി ഹോൺ മുഴക്കുകയും പിന്നീട് നടു റോഡിൽ വാഹനം നിർത്തി പുറത്തിറങ്ങിയ യദു മോശമായി സംസാരിച്ചെന്നും റോഷ്ന. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നതായും താരം ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറഞ്ഞു. ആരൊക്കെയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞാൻ കുറച്ച് നേരം മുൻപേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ളൊരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സോ ഞാൻ ഈ ഒരു വാർത്ത ബേസിക്കലി ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ഒരു ലൈവ് തന്നെ വരുന്നത്. ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല. എൻ്റെ പേജ് വഴിയോ ഒരു രീതിയിലും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാളല്ല. സോ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത്. കാരണം എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കോ നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാനിങ്ങനെ ഒരു ഫോട്ടോ കണ്ടതിന്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത്. കാരണം എനിക്കിപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല ഇത്. ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായൊരു ഇഷ്യൂ ആണിത്. ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്കങ്ങനെ ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല. നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും. അപ്പോൾ യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റക്കായി അവർ പറയുന്നതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല. പേഴ്സണലി നമുക്കും ഫീൽ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ കുറെ പേര് എന്നോട് ചോദിച്ചു ഇതിന് തെളിവുണ്ടോ. ഞാൻ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ തെളിവെടുക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഇത്രയും തർക്കങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ബിഹേവിയർ എന്ന ഒരാളല്ല. സോ തെളിവുകൾ ഉണ്ടാക്കി അത് പിന്നീട് ഒരു വിഷയമാക്കണം എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ കിടന്നു. നമ്മളെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ കൂളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത്. അപ്പം മെന്റലി നമുക്കും അയ്യോ ഇത് എന്തിനിങ്ങനെ പറഞ്ഞു, എന്തിന് ഞാനിത് കേൾക്കണം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഇതൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പ്രതികരിച്ചാൽ 10 പേര് അറിയുമെങ്കിൽ അറിയട്ടെ. കുറെ പേര് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിലും പോകുന്നുണ്ട്. പക്ഷെ ഇതാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല. എനിക്കുണ്ടായ ഒരു വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആണ് അതിൽ എന്ത് സംഭവിച്ചു, എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ICU പീഡനക്കേസിൽ കമ്മീഷണറിൽ നിന്നും KV പ്രീതയ്ക്കെതിരെ നൽകിയ പരാതിയിലെ SP-യുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പുകൾ അതിജീവിതയ്ക്ക് ലഭിച്ചു. അതിനെ തുടർന്ന് അതിജീവിത സമരം അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ?
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത ചൂടിലും സമരം നടത്തി വരികയായിരുന്നു അതിജീവിത ഐസിയുവിൽ ആ ജീവനക്കാരൻ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ വി പ്രീത ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിനെതിരായി ഒരു അന്വേഷണം ആവശ്യപ്പെട്ടു. അതായത് താൻ പറഞ്ഞ പല കാര്യങ്ങളും പ്രീത രേഖപ്പെടുത്തിയില്ല, കൃത്യമായ പരിശോധനകൾ നടത്തിയില്ല എന്നിങ്ങനെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. നിരന്തരമായി ഇവർ പല ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ സമരവുമായി രംഗത്തിറങ്ങിയത്. ഇവർ ആ സമരം ആരംഭിച്ച് 6 ദിവസം പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുകയും ഐജിയുടെ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷവും പിന്നീട് റിപ്പോർട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവാതെ വന്നതോടെ അതിജീവിത വീണ്ടും 2ാം ഘട്ട സമരം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഐജിയും അതിജീവിതയും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പ്രോസിക്യൂട്ടറിൽ നിന്നും റിപ്പോർട്ട് തേടിയ ശേഷം റിപ്പോർട്ട് നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രോസിക്യൂട്ടറിൽ നിന്നും നിയമോപദേശം ലഭിച്ചു. ഈ മൊഴിപ്പകർപ്പടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ തടസ്സമില്ല എന്ന്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകാൻ ധാരണയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊടും ചൂടിൽ സമരം നടത്തുന്നതിനിടെ അതിജീവിത കൊഴിഞ്ഞു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്ത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ അനുകൂലമായൊരു തീരുമാനം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും മൊഴിപ്പകർപ്പോൾ ലഭിച്ച സ്ഥിതിക്ക് സമരം അവസാനിപ്പിക്കുന്നതായി അതിജീവിത പറഞ്ഞിട്ടുണ്ട്. മൊഴിപ്പകർപ്പോൾ എന്തൊക്കെ കാര്യം ഉണ്ട് എന്ന് വൈകാതെ പരിശോധിക്കുമെന്നും അവർ പറഞ്ഞു. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു നീക്കം ഉണ്ടായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വയനാട് തലപ്പുഴ മാവോയിസ്റ്റ് വെടിവെപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. CPI മാവോയിസ്റ്റ് സംഘടനയിലെ 4 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം NIA സമർപ്പിച്ചത്. പോലീസ് കമാൻഡോകൾക്കെതിരെയാണ് വെടിവെപ്പ് നടത്തിയത്. തിരുവങ്കിടം, ശ്രീമതി, ലത, സുന്ദരി എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ടോം കുര്യാക്കോസ് ചേരുന്നു വിവരങ്ങളുമായി. ടോം, കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ സൂചിപ്പിച്ചതുപോലെ വയനാട് തലപ്പുഴ മേഖലയിൽ പോലീസ് കമാൻഡോകൾക്ക് നേരെ വെടിയുതിർത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2023 നവംബർ 7, അതായത് കഴിഞ്ഞ നവംബർ 7 നിരോധിത നക്സൽ സംഘടനയായ CPI മാവോയിസ്റ്റിന്റെ സായുധ പ്രവർത്തകരെയും കണ്ടെത്താനും പിടികൂടാനും ശ്രമിക്കുന്നതിനിടയിൽ ഈ പോലീസ് കമാൻഡോകൾക്ക് നേരെ വെടിവെപ്പുണ്ടായത്. അതായത് അന്ന് രാത്രിയാണ് സംഭവം. ഈ നവംബർ 7 രാത്രിയാണ് സംഭവം. ഉച്ചയോടെ തന്നെ ഈ തണ്ടർബോൾട്ട് ചപ്പാരം കോളനി പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മാവോയിസ്റ്റുകൾ കോളനിയിലേക്ക് എത്തുന്ന ഓരോ നീക്കവും അവർ ദൂരെ നിന്ന് നിരീക്ഷിച്ചിരുന്നു. രാത്രി 7 മണിയോടെ സായുധ സംഘം, 4 അംഗ സായുധ സംഘം മാവോയിസ്റ്റ് സംഘം ഈ അവിടുത്തെ ഒരു വീട്ടില്, ഈ ചപ്പാര മേഖലയിൽ ഒരു വീട്ടിലെത്തുന്നു. അതേ തുടർന്ന് ഈ മാവോയിസ്റ്റുകൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ വീട് തണ്ടർബോൾട്ട് സംഘം വളഞ്ഞു. പിന്നീടാണ് ഈ തണ്ടർബോൾട്ട് സംഘം അവിടെ എത്തിയതോടെയാണ് വീടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന മാവോയിസ്റ്റ് സംഘങ്ങൾ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ വെടിയുതിർക്കുന്നത്. പിന്നീട് വീട്ടിലേക്ക് കയറിയാണ് തണ്ടർബോൾട്ട് ഇവരെ ഈ മാവോയിസ്റ്റുകളെ പിടികൂടുന്നത്. തുടർന്നുള്ള ഓപ്പറേഷനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവങ്കിടം, ശ്രീമതി, ലത, സുന്ദരി എന്നിവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏതാനും പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ പിന്നീട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ആ കേസിലാണ് കേരള പോലീസിൽ നിന്ന് ഇതിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുന്നു. ആ കേസിൽ ഇപ്പോൾ 4 പ്രതികൾക്കെതിരെ, CPI മാവോയിസ്റ്റ് സംഘടനയിലെ 4 പ്രതികൾക്കെതിരെ NIA കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ആര്യ, ശരി, ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങൾ. ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് കുട്ടിയടക്കം 3 പേർ മരിച്ചു. ഇടുക്കി ചിന്നക്കനാലിലാണ് സംഭവം. ചിന്നക്കനാൽ തിടിനഗർ സ്വദേശികളായ ജെൻസി, അഞ്ജലിയുടെ മകൾ അമയ എന്നിവരാണ് മരിച്ചത്. ചിന്നക്കനാൽ ടാങ്ക് കുടിക്ക് സമീപം നിയന്ത്രണം നഷ്ടമായി വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പ്രിൻസ്, 3 ജീവനുകളാണ് നിരത്തിൽ പൊലിഞ്ഞത്. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ആര്യ, ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ഇതിൽ അപകടം നടക്കുന്നത്. ചിന്നക്കനാലിൽ നിന്നും ടാങ്കുടി ഭാഗത്തേക്ക് വരികയായിരുന്നു ഇവർ. ഈ വലിയ ഇറക്കവും കൊടും വളവുകളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമാണ് ഇവിടം. ഇതിനിടെ വാഹനത്തിൽ നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയായിരുന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുട്ടി 4 വയസ്സുകാരിയായ അഞ്ജലിയുടെ കുട്ടി ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. മറ്റ് 2 പേരെയും ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മാർഗവത്തിയെ ഇവർ മരണപ്പെടുകയായിരുന്നു. ഇവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. തിരുനക്കര സ്വദേശിയായ മണിയുടെ ഭാര്യയാണ് അഞ്ജലി. മണിയുടെ അനിയന്റെ ഭാര്യയാണ്
മരണപ്പെട്ട ജനിച്ച് ഇവർ മൂവരുടെ ഇവരുടെ വീട്ടിലേക്കും മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്നതിനിടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത്. വലിയ വളവുകളൊക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഒത്തുകൂടി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആര്യ. ശരി, പ്രിൻസ് ആണ് വിവരം നൽകിയത്. ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് ഇടുക്കി ചിന്നക്കനാലിൽ 5 വയസ്സുള്ള കുഞ്ഞടക്കം 3 പേർ, ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. രാഹുൽ വാർത്തകളിലേക്ക്. CMRL മാസപ്പടി വിവാദത്തിൽ കൂടുതൽ രേഖകളുമായി മാത്യു കുഴൽനാടൻ. രേഖകൾ മുഖ്യമന്ത്രി, മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്നത് ആണെന്നാണ് വാദം. 4 രേഖകളാണ് അധികമായി ഹാജരാക്കിയത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. KRML-ന് അനുവദിച്ചിരുന്ന മൈനിങ് ലീസ് സേവ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന പദവിയിലെ അധികാരം ഉപയോഗിച്ച് നേരിട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകി ആ അല്ലെങ്കിൽ ആ ടെർമിനേഷൻ ഹോൾഡ് ചെയ്ത് ഈ 2024 വരെ 24-ൽ ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കേസ് ഈ ടെർമിനേഷൻ ഉണ്ടായിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലം അത്രയും ഈ CMRL അടക്കമുള്ള മൈനിങ് കമ്പനികൾ കേന്ദ്രത്തില് ഈ നിയമം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസ് ലോബിയിങ് നടക്കുകയാണ്. ഒരുപക്ഷെ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മാറിയെന്ന് വരാം. ഇത് മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഈ പ്രൈവറ്റ് പാർട്ടീസിനെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലീസ് വീണ്ടും ആക്റ്റീവായി കൊണ്ടുവരാൻ പറ്റുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടതിന് പ്രകാരം കൂടുതൽ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഈ രേഖകൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും മാത്യു കുഴൽനാടൻ MLA പ്രദർശിപ്പിച്ചത്. ഈ രേഖകളിൽ എടുത്തു പറയുന്ന കാര്യം 2019 ഏപ്രിൽ 12-ാം തീയതി കേന്ദ്ര മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് 4 കമ്പനികളുടെ കരിമണൽ ഖനനത്തിനുള്ള അനുമതി റദ്ദാക്കാൻ ഉത്തരവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചതിനു ശേഷവും മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരം ഈ കമ്പനികൾക്ക് ഈ ഖനനത്തിന് അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വീണ്ടും നിയമോപദേശം തേടുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി ഈ സ്വകാര്യ കമ്പനികളുടെ താൽപര്യത്തിന് പേരിൽ വീണ്ടും ഇങ്ങനെ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടേണ്ട സാഹചര്യം തന്നെയാണ് ഈ കേസിലെ അസ്വാഭാവികതയെന്നും അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലേക്ക് വഴിവെച്ചതെന്നുമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം 5 വർഷത്തോളം ഈ കമ്പനികളുടെ കരാർ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. വീണ്ടും ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ 5 വർഷത്തിനിടയിൽ മാസപ്പടിയായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയതിനു ശേഷം മാത്രമാണ് ഈ കമ്പനിയുടെ ഖനനാനുമതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത്. അത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അസ്വാഭാവികതയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞുവെച്ചു. കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മതിയായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ ഇതുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇല്ല എന്ന ആക്ഷേപം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കൂടുതൽ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് വീണ വിജയനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുൻ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്ത് വീണ്ടും നോട്ടീസ്. 31 പേർക്കാണ് കൂടുതൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് നോട്ടീസ് അയച്ചത്. നേരിട്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയോ ജീവനക്കാരെയോ പ്രതി ചേർത്തിട്ടില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. പരിഷ്കരണത്തിന് ഹൈക്കോടതി സ്റ്റേ ഇല്ല. സ്റ്റേ വേണമെന്ന ഡ്രൈവിംഗ് പരിശീലകരുടെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം തടയണമെന്ന ഹർജി ഹൈക്കോടതി നിരസിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നത് തടയണമെന്ന ആവശ്യം ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിരാകരിച്ചത്. സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്നും കോടതി വ്യക്തമാക്കി. കമ്മീഷണർക്ക് സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സ്റ്റേ ആവശ്യം കോടതി നിരസിച്ചത്. കേസ് വീണ്ടും 21-ന് പരിഗണിക്കും. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ, ഇൻസ്പെക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ, ഡ്രൈവിംഗ് സ്കൂൾ
സമിതി, വിവിധ വ്യക്തികൾ എന്നിവരാണ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലർ കേന്ദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്തുവാൻ സംസ്ഥാനത്തിന് അധികാരങ്ങളൊന്നുമില്ല എന്നുമാണ് ഹർജിക്കാരുടെ വാദം. അതേസമയം കേന്ദ്ര നിയമത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ സർക്കുലർ നിയമപരമാണെന്നും സർക്കാരും വാദിച്ചു. എന്നാൽ പരിഷ്കരണത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിന് മുന്നിൽ വിവാദ സർക്കുലർ കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിന് മുന്നിൽ വിവാദ സർക്കുലർ കത്തിച്ച് കഞ്ഞിവെച്ചാണ് സംഘടനകൾ പ്രതിഷേധിച്ചത്. ടെസ്റ്റ് ബഹിഷ്കരണം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. അതേസമയം പരിഷ്കരണവുമായി മുന്നോട്ടു പോകാനാണ് ഗതാഗത മന്ത്രി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം ശക്തമായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും ടെസ്റ്റ് തടസ്സപ്പെട്ടു. ഇന്നലത്തേതിന് സമാനമായ പ്രതിഷേധം തന്നെയാണ് എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുമ്പിലും, ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുമ്പിലും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഈ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാനാവില്ല, മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ പുതിയ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുള്ളത്. അവർ ഇന്നലത്തെ എല്ലാ പ്രതിഷേധവും യൂണിയനുകളുടെ തന്നെ പിന്തുണയോടെ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ വലിയ മുദ്രാവാക്യം വിളികളോ പ്രതിഷേധങ്ങളോ ഒന്നും ഇല്ല എങ്കിലും ആരും തന്നെ ടെസ്റ്റിന് വേണ്ടി അകത്തേക്ക് കടന്നിട്ടില്ല. ഗേറ്റിന് മുമ്പിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് മുട്ടത്തറയിലെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷന്റെ മുമ്പിലാണ്. ഇവിടെ ഈ സ്റ്റേഷന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മറ്റ് പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിട്ടില്ല എങ്കിലും ഗേറ്റിന് മുകളിൽ മുഴുവൻ യൂണിയനുകളുടെ, തൊഴിലാളി യൂണിയനുകളുടെ കൊടികൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് പിന്തുണയുമായിട്ടാണ് അത്തരത്തിൽ ഈ യൂണിയനുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡാൻ ഗുരിയന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് വൈദ്യുതി നിയന്ത്രണം. രാത്രി 7-നും അർദ്ധരാത്രി 1-നും ഇടയിലാണ് നിയന്ത്രണം. മണ്ണാർക്കാട്, അലനല്ലൂർ, കൊപ്പം, ഷൊർണൂർ, ഒറ്റപ്പാലം, ആറങ്ങോട്ടുകര, പട്ടാമ്പി, കൂറ്റനാട്, പത്തിരിപ്പാല, കൊല്ലങ്കോട്, ചിറ്റൂർ, വടക്കഞ്ചേരി, കൊടുവായൂർ, നെന്മാറ, ഒലവക്കോട് സബ് സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി, പെരിന്തൽമണ്ണ സബ് സ്റ്റേഷനുകളിലും പവർ കട്ടുണ്ടാകും. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് തുടരുകയാണ്. ഉഷ്ണതരംഗ ജാഗ്രതയെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധിയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. ചൂടിന് നേരിയൊരു കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ രാത്രി മുതൽ തന്നെ മേഘാവൃതമാണ് അന്തരീക്ഷം. കാരണം മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ചൂടിന് നേരിയ കുറവ് മാത്രമാണുള്ളത്. ഇങ്ങനെ നിന്നതുകൊണ്ട് കാര്യമില്ല, ശക്തമായ മഴ ലഭിക്കേണ്ടതുണ്ട്. തുടർച്ചയായി 1 മണിക്കൂറെങ്കിലും ഓരോ ദിവസം, അങ്ങനെ തുടർച്ചയായി ഒരു 3-4 ദിവസം മഴ ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ കടുത്ത ചൂടിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുകയുള്ളൂ. എന്തായാലും നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈൻ പഠനം മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിൽ ചെയ്യുന്ന, അതായത് ഉച്ചയ്ക്ക് 12-നും 3 മണിക്കും ഇടയിൽ ഒരു കാരണവശാലും പുറം ജോലി ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം തന്നെയാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്, പാലക്കാട് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ ആരെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കും. അതിൻ്റെ ഉടമകൾക്കെതിരെ, അതായത് ജോലി എടുപ്പിക്കുന്ന ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം പോകുന്നു. എന്തായാലും 40 ഡിഗ്രിക്ക് മുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയൊരു നേരിയ ശമനം മാത്രമാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കാൻ പോലും, ഈ വെയിലത്ത് സംസാരിക്കാൻ പോലും കഴിയുന്നത്. കാരണം അത്രയും ഭീകരമായ, കാരണം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ സൂര്യതാപം ഏൽക്കുകയോ അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ചെറുതായി ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ മഴക്കാറുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ വൈകുന്നേരം മഴ ലഭിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത് കാലാവസ്ഥാ ഗവേഷകർ ഉൾപ്പെടെ പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ മഴയുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണം എന്തായാലും പ്രകടമാണ്. എന്തായാലും അത്തരത്തിലൊരു ആശ്വാസകരമായ ഒരു വാർത്ത എന്തായാലും വരട്ടെ. അത്തരത്തിലൊരു ശക്തമായ മഴ പാലക്കാടിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട്.
ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന വാഹനത്തിന്റെ ദൃശ്യം ചിത്രീകരിച്ച യുവാക്കളെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. തണ്ണീർമുക്കം സ്വദേശികളായ ശരത്ത്, വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത്. പ്രതികൾ ബോധപൂർവം ആക്രമിച്ചതാണെന്ന് നോർത്ത് സിഐ സുമേഷ് സുധാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ റേഡിയോ നിലയത്തിന് സമീപം കഴിഞ്ഞ തിങ്കളാഴ്ച കക്കൂസ് മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യം ചിത്രീകരിക്കാൻ ശ്രമിച്ച 2 യുവാക്കളെയാണ് ലോറി ഇടിച്ച് കൊലപ്പെടുത്താനായി ശ്രമിച്ചത്. ഈ കേസിലാണ് ഇപ്പോൾ നോർത്ത് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാഹനോടമയായ തണ്ണീർമുക്കം സ്വദേശി ശരത് എന്നറിയപ്പെടുന്ന കണ്ണൻ, ഒപ്പം തന്നെ വിവേക്, ഈ 2 പേരുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റ് റിമാൻഡ് നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങൾ നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. പുലർച്ചെ പാതിരപ്പള്ളി സ്വദേശികളായ സോജുവും അജിത്തും ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ റേഡിയോ നിലയത്തിന് മുൻഭാഗത്ത് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി കണ്ടത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇരുചക്ര വാഹനത്തിലേക്ക് വന്ന ഈ ചെറുപ്പക്കാരെ പിന്നീട് ഈ കണ്ണനും ഒപ്പം തന്നെ വിവേകും ലോറിയിൽ പിന്തുടർന്ന് ആദ്യം വലിയകലവൂർ ക്ഷേത്രത്തിന് സമീപം വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയ യുവാക്കളെ പിന്നീട് ESI ജംഗ്ഷനിൽ വെച്ച് ടാങ്കർ ലോറി ഇടിച്ച് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. നോർത്ത് പോലീസ് വധശ്രമത്തിനാണ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അറിയാതെ സംഭവിച്ച, അതായത് വാഹനം ഓടിക്കുന്നതിനിടയിൽ അറിയാതെ ലോറി തട്ടിയതാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ബോധപൂർവം ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള സ്ഥിരീകരണം നോർത്ത് CA സുമേഷിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവർ പറയുന്ന ഇവരുമായിട്ട് നേരത്തെ പിന്നെ ഇതിന്റെ ഒരു 2 കിലോമീറ്റർ അകലെ വെച്ചിട്ട് ഇവർ തമ്മിലൊരു തർക്കമുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ തർക്കം കഴിഞ്ഞിട്ട് ഇവർ കയറിപ്പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ 2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ വണ്ടി ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവർ വന്നത് കണ്ടില്ല, അങ്ങനെ മുട്ടിയതെന്നാണ് ഇവരുടെ വേർഷൻ. പക്ഷേ അവർ പറയുന്ന അവർ വേറെ ലോറിയൊന്നും ഓവർടേക്ക് ചെയ്തിട്ടില്ല. ഈ പരാതിക്കാർ ഈ വണ്ടി വന്നിട്ട് ബാക്കി തട്ടിയിട്ടിട്ട് പോകുമായിരുന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ പ്രതികളും പറയുന്നത്, ബാക്കിലാണ് തട്ടിയതെന്നാണ് പറയുന്നത്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടക്കമുള്ളവർ അതീവ ഗൌരവത്തോടെയാണ് ഈ കേസിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ച ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നോർത്ത് പോലീസ് നേതൃത്വത്തിലുള്ള സംഘത്തിന് പ്രതികളെ പിടിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് കൂടുതൽ പരാതികൾ ഉണ്ടെന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വിവിധ സ്റ്റേഷനുകളിലായി 7ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിച്ച കണ്ണൻ. ഈ കണ്ണനെ സംബന്ധിച്ച് വീണ്ടും പരാതികളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും തുടർ ദിവസങ്ങളിലും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തിരുവനന്തപുരം ആക്കുളം ചില്ലുപാലത്തിലെ വിള്ളലിൽ ദുരൂഹതയെന്ന് പരാതി. സംഭവത്തിന് പിന്നിൽ സാമൂഹിക ദ്രോഹികളാണെന്നാണ് ആരോപണം. വട്ടിയൂർക്കാവ് സ്വദേശി രതീഷിന്റെ പരാതിയിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ്, ഈ ചില്ലുപാലമാണ് പൊട്ടിയതായി പരാതി ഉയരുന്നത്. ഇതിൽ അട്ടിമറി ഉണ്ടെന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ആക്കുളത്തേത്. ഇത് നേരത്തെ ഉദ്ഘാടനം നടത്താൻ തീയതി തീരുമാനിച്ചാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനാൽ അത് നീട്ടിവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ മുൻവശത്ത് ഗ്ലാസ് പൊട്ടിയതായുള്ള സംശയം ഉയർന്നത്. പിന്നീട് പരിശോധിക്കുമ്പോൾ ഗ്ലാസിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇതെങ്ങനെ 1.20 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലമാണ്. അത് ഇങ്ങനെ പൊട്ടിയതിൽ വലിയ അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയർന്നു വരുന്നു. അട്ടിമറി ഉണ്ടെന്ന ആരോപണം ഇതിന്റെ നടത്തിപ്പുകാർ ഉന്നയിക്കുന്നു. കോഴിക്കോട് NIT ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പാലമാണ് ഇത്തരത്തിൽ പൊട്ടിയതായി ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. നേരത്തെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലവിലുള്ളതിനാലും അതിനും തൊട്ടുമുമ്പ് കർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതിനാലും ഇതിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. ഇത് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിയാണ് ഇതിന്റെ നടത്തിപ്പുള്ളത്. പാലത്തിലെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ്, അതായത് ഏതാണ്ട് ഈ ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി. ഇവിടെയാണ് ഇതിന്റെ തുടക്കം. അവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പരിശോധനയുടെ മറ്റു ഭാഗമായി ഫോറൻസിക് പരിശോധന അല്പസമയം മുമ്പ് ഇവിടെ നടന്നു. പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി ഇവിടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇതിന്റെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എങ്ങനെ ഇത് പൊട്ടിയെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കനത്ത ചൂടാണ് തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ, അതിന്റെ ഭാഗമായി പൊട്ടിയതാണെന്ന് പറയുമ്പോഴും അതിന് ശാസ്ത്രീയമായ സ്ഥിരീകരണമില്ല. കാരണം ഈ വലിയ ചൂടിലുമൊക്കെ പൊട്ടാതെ നിൽക്കേണ്ട പാലമാണിത്. അങ്ങനെയുള്ള ഗ്ലാസ്സാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയാണ് പൊട്ടലുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയം
ഉയരുന്നത്. ഇത് പലതരത്തിലുള്ള ആശങ്കകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മനഃപൂർവ്വം ആരോ പൊട്ടിച്ചതാണ് എന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാർക്ക് ഈ ഘട്ടത്തിലുള്ളത്. അങ്ങനെയല്ല, സ്വാഭാവികമായി ഇതിനെ പൊട്ടലുണ്ടായതാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി അടക്കമുള്ള ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉയർന്നു വരും. ഇവിടെ പാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് അതിൽ കൂടുതൽ പരിശോധന നടക്കും. ഈ പൊട്ടിയ ഭാഗം മാറ്റാനായുള്ള നടപടികൾ ഇതിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായാണ് വിനോദസഞ്ചാര വകുപ്പ് ഇത്തരമൊരു ചില്ലുപാലം ആക്കുളത്ത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ പ്രത്യേകതകളുള്ള, സംസ്ഥാനത്ത് നേരത്തെ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു നിർമ്മിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ചില്ലുപാലമാണിത്. കൃത്രിമ മഞ്ഞും ചാറ്റൽ മഴയും പുറമെ ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ ചില്ലുപാലം നടക്കുമ്പോൾ ഇത് പൊട്ടുന്ന ഒരു പ്രതീതി ആളുകൾക്ക് ഉണ്ടാകും. അത്തരത്തിൽ വളരെ ആധുനികമായ തരത്തിലുള്ള, വളരെ സാഹസികമായ തരത്തിലുള്ള ചില്ലുപാലമാണ്. 75 അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 52 മീറ്റർ നീളമുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നോക്കിയാൽ ഈ ആക്കുളം കായലും ഈ പ്രദേശത്ത് തലസ്ഥാനത്തിന് ഏതാണ്ട് എല്ലാ പ്രദേശവും കാണാവുന്ന തരത്തിലുള്ള ഒരു പാലമാണ്. കഴിഞ്ഞ ഈ മാസം 1 വർഷം മുമ്പാണ് ഈ പാലം ടൂറിസം വകുപ്പ് ഈ പാലം നിർമ്മിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം 1 വർഷം പിന്നിടുന്നു. ഇപ്പോഴും ഈ പാലം നിർമ്മിച്ച് പണി ഏകദേശം പൂർത്തിയായി പറയുമ്പോഴും ആളുകൾക്കായി തുറന്നു കൊടുത്തില്ല. ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു അട്ടിമറി സംശയം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിയതോടുകൂടി അട്ടിമറി എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പുമൊക്കെ ഉള്ളത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായി. ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ പാലക്കാട് സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. മാളവികയുടെയും നവനീതിന്റെയും കുടുംബാംഗങ്ങളും നടൻ സുരേഷ് ഗോപിയും ഭാര്യയും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ചായിരുന്നു മാളവികയുടെയും നവനീതിന്റെയും വിവാഹ നിശ്ചയം. ആയിരത്തി 1992 ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹവും ഗുരുവായൂരിലാണ് നടത്തിയത്. ന്യൂസ് 18 തൃശൂർ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് വിറ്റുവരവുമായി പ്രമുഖ ഡിജിറ്റൽ ഗാഡ്ജറ്റ്, ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് റീറ്റെയിലറായി മൈജി. 2500 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവ് ഉണ്ടായതായി മൈജി MD AK ഷാജി പറഞ്ഞു. 4000 കോടിയുടെ വിറ്റുവരവാണ് ഈ വർഷത്തെ മൈജിയുടെ ലക്ഷ്യം. 30 ഷോറൂമുകൾ കൂടി തുടങ്ങാനും പദ്ധതിയുണ്ട്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6560 രൂപ, പവന് 52,480 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5485 രൂപ, പവന് 48,880 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോഗ്രാമിന് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.